പെഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ അരു വാലി, ബേതാബ് വാലി എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു യാത്രയാണ് ഇന്നിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അതുകൂടാതെ ചന്ദൻ വാലി എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അങ്ങനെ മൊത്തം ഇതിനെ ABC വാലി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ചന്ദൻ വാലിയിലേക്ക് എനിക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി കാരണം എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ വരുമ്പോൾ ഇതേപോലത്തെ വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അരു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി ഈ 3 സ്ഥലങ്ങൾക്കും വിസിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് ആ യാത്ര ആസ്വദിക്കാൻ പറ്റും. ഇങ്ങോട്ട് വരാനുള്ള ടാക്സിയുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നും എവിടെ നിന്ന് അത് ബുക്ക് ചെയ്യാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കഴിഞ്ഞ എപ്പിസോഡൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത് അരു വാലിയിലേക്ക് പോകാനാണ്. അപ്പോൾ ആ പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എൻ്റെ വോയിസ് ഓവർ ഇല്ലാതെ ആ സ്ഥലങ്ങളുടെ ഭംഗി എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളത് അരു വാലിയുടെ അവിടെ എത്തും. ഈ കാണുന്ന പാർക്കിംഗ് സ്പോട്ടിൽ നമ്മളെ വണ്ടി, അതായത് നമ്മളുടെ ടാക്സി ഇവിടെ പാർക്ക് ചെയ്യും. അങ്ങനെ ടാക്സിയിൽ നിന്ന് നമുക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടക്കുമ്പോഴാണ് അരു വാലിയുടെ ആ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ടാക്സിക്കാരൻ 1 മണിക്കൂറേ ഇവിടെ വെയിറ്റ് ചെയ്യുള്ളൂ. എക്സ്ട്രാ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ചാർജ് ആയിട്ട് 400 രൂപയൊക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പക്ഷേ അധിക ദൂരം നടന്നു പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഇത് നല്ല രീതിയിൽ കണ്ട് തിരിച്ചു വരാനും പറ്റും. പക്ഷെ ആ നടത്തം നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിക്കൊണ്ടാണ് ഞാനീ നടന്നു പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. ശരിക്കും കാശ്മീർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് പെഹൽഗാം. അതേ പെഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ മാറ്റി വയ്ക്കാൻ പാടില്ലാത്തതുമാണ് ഈ കാണുന്ന അരു വാലി. അതുകൊണ്ട് തന്നെ ABC വാലി എന്ന് പറയുന്ന ആ ഒരു 3 ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ കാശ്മീർ ട്രിപ്പിനകത്തുനിന്ന് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നേച്ചറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾ വന്നാലും ഇങ്ങനെ ഓപ്പണായിട്ട് ഗംഭീര കാഴ്ചകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരത്തേക്ക് അരു വാലി എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗംഭീര കുറച്ച് ഫ്രെയിംസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോണി റൈഡ്സും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഈ കാണുന്നത്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായ ബേതാബ് വാലിയിലേക്കാണ് ഈ പോണത്. അപ്പം നമ്മൾ വന്ന വഴി അതേപോലെ തിരിച്ചു പോവാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ വേറൊരു രീതി തന്നെയാണ്. സത്യം പറഞ്ഞാൽ വരുന്നത് സെയിം വഴി തന്നെയാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ തന്നെ വേറൊരു രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് തിരിച്ച് ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ബേതാബ് വാലി എത്തും. അപ്പോൾ ഇവിടെ എൻട്രി ഫീസായിട്ട് നമ്മളൊരു 100 രൂപ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കണം. അതിനുശേഷം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു വേറെ തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാട്ടർ ക്രോസിങ് കുതിരപ്പുറത്ത് കയറിയിട്ട് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതിന് നമ്മൾ ഒരാൾക്ക് 1200 രൂപയാണ് കുതിരയ്ക്ക് കൊടുക്കേണ്ടത്. തുടക്കത്തിലെ 2500 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. പിന്നെ തർക്കിച്ചാണ് 1200 എത്തിയത്. അങ്ങനെ കുതിരപ്പുറത്തുള്ള യാത്ര തുടങ്ങി. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുതിരപ്പുറത്ത് നമ്മൾ കയറുമ്പോൾ വിലപിടിപ്പുള്ള ഒരു സംഭവങ്ങളും നമ്മുടെ കയ്യിൽ കരുതാണ്ടിരിക്കുക. മാത്രമല്ല ഈ ചെറിയ കുട്ടികളെ മുന്നിലിരുത്തിക്കൊണ്ടുള്ള കുതിര സഫാരിയൊക്കെ പോണ ഒരുപാട് ഫാമിലീസിനെ ഞാൻ കണ്ടു. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടിയൊന്നും ഈ കുതിരപ്പുറത്ത് സത്യം പറഞ്ഞാൽ ചെയ്യരുത്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. എങ്ങനെയുണ്ടായി വീണ എക്സ്പീരിയൻസ്? കുതിരയുടെ ബാലൻസ് പോയി. അപ്പൊ ഞാൻ വെള്ളത്തിൽ നോക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു റിസ്ക് എലമെന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യണ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ക്യാമറ എടുത്ത് ബാഗിനകത്ത് വെച്ച് ആ മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ ആ ലൈനറൊക്കെ ഇട്ട് സെറ്റാക്കിയത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആ ക്യാമറയും ആ ലെൻസും എല്ലാം പോയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് വരുമ്പോൾ അതിനകത്ത് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ട് തന്നെ വേണം നമ്മൾ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റിക്ക് വില്ലിങ് ആവാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ കുതിരയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പുറകിൽ വരുന്നവൻ്റെ കുതിരയുടെ ബാലൻസ് പോയിട്ട് അത് ഓടിയപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കുതിരയും കൂടി ഓടി. അങ്ങനെ എൻ്റെ ബാലൻസും പോയി. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിൽ വീണ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ അതിൽ നിന്നൊന്നും തളർന്നില്ല. വീണ്ടും കുതിരപ്പുറത്ത് തന്നെ കയറി വീണ്ടും ആ റിസ്ക് എടുത്ത് അങ്ങനെ യാത്ര തുടർന്നു. പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു പേടി ചെറിയ രീതിയിലൊക്കെ വന്നെങ്കിലും കൂടെ പിന്നീട് ആ ഒരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ഒന്ന് സെറ്റായപ്പോൾ ഓക്കെ ആയിരുന്നു. ആ മലയുടെ അവിടെ കാണുന്നതാണ് കാശ്മീരിലെ ലാസ്റ്റ് വില്ലേജ്. അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു കുതിരക്കാരൻ എനിക്ക് തന്ന ഇൻഫോർമേഷൻ. കാര്യം നല്ല നടും കുത്തി വീണെങ്കിലും കൂടെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത്.
അങ്ങനെ ആ കാഴ്ചകളൊക്കെ ഒരുപാട് നേരം ഇരുന്ന് ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇതോടെ കാശ്മീർ സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാശ്മീരിലെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയത് കംപ്ലീറ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ആൾക്കാരും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ. ഇനി അങ്ങോട്ട് ഇത്തിരി ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അധികം ആരും പോവാത്ത കുറച്ച് കാശ്മീരിൻ്റെ ഭംഗികളായിരിക്കും അടുത്ത സീസണിൽ കാശ്മീർ സീരീസിൽ ഉണ്ടാവുന്നത്. അങ്ങനെ കാശ്മീരിൻ്റെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചത്.